അപ്പോൾ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാർട്ട് ബ്രേക്കിംഗ് വീഡിയോസ് തന്നെയാണ്. മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ലാഗ് വരും. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല പറയുന്നത്. കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി തന്നെ കാണുക. അപ്പം ഇൻഫിക്കകത്ത് അല്ലെങ്കിൽ ഇൻഫോഴ്സസിനകത്ത് ഏതെങ്കിലും ഒരു എൻട്രി ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടിയിരുന്നത്, ഇനി ഒരു എൻട്രി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി, പിന്നെ ഹോൾഡ് ചെയ്യുന്നുള്ളവർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റിയും തുടക്കം മുതൽ അവസാനം വരെയുള്ള അതിന്റെ പ്രൈസ് ആക്ഷനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രം വാങ്ങിക്കുക. എപ്പോഴും ഒരു വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് പോയേക്കാം, അത് കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. പക്ഷെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നതല്ല കാര്യം. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് താഴോട്ടും പോകാം, ബ്രേക്ക് ആയില്ലെങ്കിൽ. പക്ഷെ അതൊന്നും വറിയിടാവേണ്ട ആവശ്യമില്ല. വെയിറ്റ് ചെയ്യുക, നല്ലൊരു എൻട്രി കണ്ടെത്തുക. നിങ്ങൾക്ക് ഒരുപാട് എൻട്രികൾ പല ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. അതെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇൻഫിയുടെ ചാർട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് അറിയാം, ഇൻഫോസിസിൻ്റെ ചാർട്ട് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. അപ്പം ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഇത് വരച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ചാർട്ടുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വരച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം, ഇപ്പം പല ചാർട്ടുകളും നല്ല രീതിയിലുള്ള പെർസെൻറ്റേജ് മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കായിട്ട് അങ്ങനെ ഇന്ന പ്രൈസ് വാങ്ങിക്കണം, ഇന്ന പ്രൈസ് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് നമ്മൾ പറയാറില്ല. കാര്യം ഞാൻ ഇപ്പോഴും പറയും, റോബോട്ടുകളെ പോലെ ആൾക്കാരെ പഠിപ്പിച്ചിറക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനെ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ തന്നെ പഠിച്ചൊരു ചാർട്ടൊക്കെ കണ്ടാൽ നമുക്കും വായിക്കാൻ പറ്റണം, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ. നമ്മൾ ഒന്നിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാം, അത്യാവശ്യം ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാം. അപ്പം കൂടുതൽ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാം തുടക്കം മുതൽ അവസാനം വരെ. ഇപ്പോൾ നമ്മൾ ചാർട്ട് ലൈനൊക്കെ പ്രൈസ് ആക്ഷൻ വരയ്ക്കുന്നതിന് മുമ്പ് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു 96 ഏരിയയിലാണ്. നമുക്ക് ഈ ക്രോസ് ലൈൻ ഇങ്ങനെ വെച്ചില്ല, ക്രോസ് ഹെയർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും 96 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2024 വരെയുള്ള ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം, നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നേക്കുന്ന ഒരു ചാർട്ടാണിത്. കണ്ടോ, നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ യെല്ലോ ലൈൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. നിങ്ങൾക്ക് ഓൾറെഡി കാണുമ്പോൾ അറിയാം, പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഷെയർ ചെയ്തേക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ഇത് സിമ്പിളാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ഏരിയകളിലൊക്കെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ലേ, അവിടെ അതിന് മുകളിലോട്ട് പോകാൻ വേണ്ടി അത് പാടുപെടുന്നു. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഒരു എല്ലാം കൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്നു, എല്ലാ ചാർട്ടിൻ്റെ റെസിസ്റ്റൻസ് ഏരിയകളെല്ലാം കൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്നു. കണ്ടോ, അതായത് ഇച്ചിരി നീട്ടി വരയ്ക്കുക. കാരണം ഇത് ലോങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മൾ എൻട്രി പറയുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ എങ്ങോട്ട് പോയാലും അപ്പ് മൂവ്മെൻറ്റ് പോയാലും ഡൗൺ ആണെങ്കിലും നമുക്കൊന്നുകൂടെ ഒരു വീഡിയോ ചെയ്ത്, കാരണം നമുക്കപ്പോൾ ഒന്നുകൂടെ ഒന്ന് കേസ് സ്റ്റഡി പോലെ നമുക്കൊന്ന് പഠിക്കാം. അപ്പം നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രണ്ട് ലൈൻ കിട്ടിയിട്ട് ഇതൊന്ന് നീട്ടി വരയ്ക്കുമ്പോഴത്തേക്കാണ്, ആ റെസിസ്റ്റൻസ് നീട്ടി വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ എത്ര വട്ടം ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടോ. ഇത് കണ്ടോ എത്ര വട്ടം ഉണ്ട്, അടുത്തത് വീണ്ടും താണ്ടി ഇവിടെ ഈ ഏരിയയിലാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ്. നമ്മളെങ്ങനെ എപ്പോഴും പറയും, നമ്മളെല്ലാ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാറുള്ള കാര്യമാണ് നമ്മളെങ്ങനെയാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഒന്ന്, ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിൽ ബ്രേക്ക് ഔട്ട് അല്ലെന്ന് ചോദിച്ചാൽ നമ്മളൊരു എൻട്രി എടുക്കത്തില്ല അങ്ങനെ, കാരണം ഓൾറെഡി നമുക്കറിയാം. കാരണം കുഴപ്പമില്ലാത്ത ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ താഴത്തെ വോളിയൊക്കെ നല്ല രീതിയിൽ നല്ല വോളിയൊക്കെ ഉള്ള ചാർട്ടാണ് ഇൻഫിയൊക്കെ. അപ്പം നമുക്കത് വിശ്വസിച്ച് നമുക്കൊരു എൻട്രി എടുക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. കണ്ടോ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം, ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരു എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് മുമ്പ് കേട്ടോ, ഞാനത് മുമ്പത്തെ കാര്യം നമ്മൾ കേസ് സ്റ്റഡി വരും, ഇപ്പോഴത്തെ കാര്യം നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കാം, അതെന്തായാലും നമ്മൾ പറയും. അപ്പം നമുക്കിത് നോക്കാം. ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു. നമ്മളിവിടെ ഒരു എൻട്രി എടുക്കത്തില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വിക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് നടക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ സപ്പോർട്ട് എടുത്തു. അതായത് അത് പിന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കൊരു കൺഫർമേഷനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ആദ്യം തന്നെ പറയട്ടെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നിങ്ങൾ തോന്നുമ്പോഴേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കില്ല. ഒരു 1:2, അത് ഡിപ്പെൻസ് ആണ്. 1:2 അല്ലെങ്കിൽ 1:2 അതിന് മണ്ടയ്ക്ക്. അല്ലാതെ ഒരു 1:1 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 1 രൂപയ്ക്ക് വേണ്ടി 1 രൂപ തന്നെ റിസ്ക് എടുക്കുന്നു.
അതിൽ നല്ലത് 2 രൂപ, അറ്റ്ലീസ്റ്റ് ഒരു 2 രൂപ അല്ലെങ്കിൽ ഒരു 3 രൂപ അല്ലെങ്കിൽ 4 രൂപ, 1:4. ഒരു 1:4 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. 4 രൂപയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ കളയാൻ തയ്യാറാകുന്നു. നമ്മൾ ആ റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു തരാം, കാരണം അതിൽ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യുന്നില്ല. കാര്യം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങൾ പറയണമല്ലോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാപിറ്റലിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ നഷ്ടപ്പെടുത്തുകയെന്നിരിക്കട്ടെ. അതായത് നമ്മൾ എത്ര രൂപ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് പറയുമ്പോൾ ഒരു ബേസിക് ഒരു ലോജിക്ക് ആലോചിക്കുക. നമ്മളിപ്പോൾ ഒരു 1,00,000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു 1000, അല്ല വേണ്ട, ഒരു 100 രൂപ തന്നെ നമുക്ക് പറയാം. ഒരു 100 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പം നമ്മൾ റിസ്ക് റിവാർഡിനെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ 100 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ 100 രൂപയിൽ നിന്ന് 10% ലോസ് ആക്കാൻ നമ്മൾ തയ്യാറായെന്ന് വെച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി, 10% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപ? നമുക്കൊരു 90 രൂപയായി ഈ ബാക്കി. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ നമ്മൾ 10% നമുക്ക് ലോസ് വന്നു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ നമ്മൾ തിരിച്ച് പിടിക്കണം? 10%. ശരിയല്ലേ? എന്നാൽ ശരിയല്ല. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. 90 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് 100ൻ്റെ 10%. 90ൽ നിന്നാണ് നമ്മൾ തിരിച്ച് 100-ലോട്ട് നമ്മുടെ ക്യാപിറ്റൽ തിരിച്ച് പിടിക്കേണ്ടത്. 90ൻ്റെ 10% എത്ര? 9 രൂപ. അപ്പോൾ 90 + 9 രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 99 രൂപയാകുന്നുള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ ആകാൻ 1 രൂപയുടെ കുറവില്ലേ? ബേസിക്കായിട്ടുള്ള കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഒത്തിരി വേണം നമുക്ക് പറഞ്ഞു പോകാം. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയും സംഭവം ഞാൻ ലാസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം ഇരുത്തി ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 11%-അടുത്ത് എറൗണ്ട് നമ്മളത് ഒപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ 100 രൂപ ആകത്തുള്ളൂ. കാരണം ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, 100ൻ്റെ പറയാൻ ഒന്നുകൂടെ സിമ്പിളി 100ഉം 10ൻ്റെയും കാര്യം വേണ്ട, ബാക്കി നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ആ ഫോട്ടോ ഇടാം. 100ൻ്റെ 10% നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ 90 രൂപ. 90ൻ്റെ അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്ന ഒരു ലോജിക്ക് എന്തോ, 90ൻ്റെ അപ്പോൾ ശരിയാണ് 10% അല്ലേ പോലും. അപ്പോൾ ഒരു 10% ഉണ്ടാക്കിയാൽ പോരെ ക്യാപിറ്റൽ തിരിച്ച് പിടിക്കാൻ. അല്ല, 90 ആണെങ്കിൽ നമ്മുടെ പിന്നത്തെ ക്യാപിറ്റൽ 90 രൂപയാണ്. നമ്മൾ പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നൊന്നുമില്ല. ആ 90 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. അവിടെ നിന്ന് 10% നമ്മൾ കയറ്റുവാണെന്നുണ്ടെങ്കിൽ 90ൻ്റെ 10% 9 രൂപ. അപ്പം 90 + 9 രൂപ എത്ര? 99 രൂപ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ആയോ? ഇല്ല, നമുക്ക് ഇനിയും വേണം. അപ്പോൾ ഞാൻ ആ ഒരു ചാർട്ട് ആഡ് ചെയ്യുക. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് പോലെ നിങ്ങളത് ചെയ്ത് നോക്കുക. കമൻറ്റായിട്ടൊന്നും ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ലോജിക്കലി ഒന്ന് അപ്ലൈ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ലോജിക്കലായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കി കാര്യങ്ങളോടെ നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു എൻട്രി ഉണ്ടോന്നൊക്കെയുള്ള കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്കൊരു സപ്പോർട്ട് ഏരിയയും കൂടെ നമുക്കൊന്ന് വരച്ചിടാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ റെസിസ്റ്റൻസ് വരച്ച പോലെ നമ്മളെ സപ്പോർട്ട് ഏരിയകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്നു. കണ്ടോ? ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു സപ്പോർട്ട് ഏരിയകൾ ജസ്റ്റ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമ്മളൊന്ന് ജോയിൻ ചെയ്തിടുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഏരിയയ്ക്ക് താഴോട്ടോ മുകളിലോട്ടോ നമ്മൾ ആ ഒരു ചാർട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഇവിടെ പിന്നെ പോയിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 2020 പോയിട്ടുണ്ട്. അതൊരു കൊറോണയുടെ ഒരു സംഭവം, അത് പോട്ടെ, അത് വിട്ടേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ട്രയാങ്കിളിനകത്ത് തന്നെയാണ് ഇത് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഇതൊരു ബ്രേക്ക് നടന്നു, താഴെ മറ്റേ വോളിയം ഉണ്ട്, നല്ലൊരു ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി നമുക്ക് എടുത്തിട്ട് ടാർഗറ്റ് എവിടെ വരെ വെക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സപ്പോർട്ടിന് നമ്മളൊരു പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് വരയ്ക്കും. ദാണ്ട് ഇവിടെ അത് കൃത്യമായിട്ട് വന്നതുകൊണ്ട് ഞാനത് ജസ്റ്റ് പ്രീ പ്ലാൻ ചെയ്ത് വരച്ചതൊന്നുമല്ല. കാരണം ഞാൻ ഇന്നത്തെ ഓൾറെഡി എൻട്രി എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ചാർട്ട് ചെയ്യാൻ വരച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പല റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു ഏരിയ നമ്മൾ കൃത്യം വേണമെന്നില്ല. നമ്മളൊരു കൃത്യം അറൗണ്ട് ഈ ഒരു ഏരിയ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ പല റെസിസ്റ്റൻസ് കാണാമല്ലോ. അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അറിയാം അവിടെ വരെ എടുത്തു. നമുക്കൊരു ചെറിയൊരു പോയിന്റ് നമ്മൾ 1:2 എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം, ആ നിങ്ങളുടെ ടാർഗറ്റിനനുസരിച്ചിട്ട്. അപ്പം പിന്നെ നമുക്ക് ബാക്കി കാണാവുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നമുക്ക് ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. അത് കുറച്ച് നാൾ, ഒരു 2022 2024 വരെ ഡൗൺ ട്രെൻഡ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പം അത്യാവശ്യം വോളിയൊക്കെ ഓൾറെഡി ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പിന്നെ റിവേഴ്സിൽ വന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അടുത്തത് പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചെറിയൊരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എൻട്രിയെ പറ്റി വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. മനസ്സിലായോ? അതെവിടെ വരെ പോകുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈൻ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ലോങ് ടൈമിൽ. അപ്പോൾ നമ്മളിപ്പോഴും ഒരു ലോങ് ടൈം ഒരു വ്യൂ ആയിരിക്കും മറ്റേ ഇൻട്രാഡേക്കാട്ടിലൊന്നും. ഞാനിപ്പോൾ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഒന്നുകൂടെ സേഫ്
ഒന്നുകൂടെ നമ്മൾ ഈ വീഡിയോ എപ്പോഴും മാക്സിമം ചെയ്യുന്നത് വീട്ടിൽ ഇരിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്, പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അല്ല, പിള്ളേരെ എല്ലാം പഠിപ്പിച്ച് ഉള്ള പൈസ വീട്ടുകാരുടെ നിന്ന് കൊടുത്ത് കളയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ സ്കാമിൽ പോയി പെടുന്നതിലും ഭേദം നല്ലൊരു കാര്യം പഠിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു അവയർനെസ് എന്നുള്ള രീതി നമുക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാം, ഇതെല്ലാം പോട്ടെ, ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. തന്നെ പോവാത്ത. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി എടുത്തവർ പേടിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സിറ്റ് അടിക്കാമെന്ന്, കുഴപ്പമില്ല. നമ്മൾ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് ആണ് എപ്പോഴും ഒരുമാതിരിപ്പെട്ട ട്രേഡർമാരല്ല ഞാനും കണ്ടിട്ടുള്ളത്, ഞാനും ചെയ്യാറുള്ളത്. മറ്റേ അവർ എക്സിറ്റ് അടിക്കാറുള്ളത്. അല്ലെങ്കിൽ ലോങ് ടൈം വ്യൂ വേറെ പലരും ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ചാനലിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന അത്രയും കാലം നമുക്കത് ഹോൾഡ് ചെയ്യാം. മനസ്സിലായോ? അതുപോട്ടെ, ഈ ഒരു ചാനലിനകത്ത് നിൽക്കുന്ന അത്രയും കാലം ഹോൾഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിനകത്ത് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പം ഇവിടെ മുകളിൽ പോയിട്ട് വേണമെങ്കിൽ ഇവിടെ ഞാൻ പറയാം, ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് ഇവിടെ വരെ വേണേൽ ഹോൾഡ് ചെയ്യാം, വേണേൽ വിൽക്കാം. പക്ഷേ പ്രോഫിറ്റ് ഒരുപാട് റൺ ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്ത് വേണം ഇവിടെ വരെ എത്തിക്കാം. അപ്പം വീഡിയോക്കകത്ത് പല കാര്യങ്ങളും പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ചെറുതാക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ നിങ്ങൾക്കൊന്ന് വരച്ച് നോക്കാനൊക്കെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സാധനം വരച്ചാണ് നമുക്കൊന്നുകൂടെ ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ടാർഗറ്റ് കണ്ടുപിടിച്ചത്. നമ്മളിവിടുന്ന് നമ്മുടെ ഈ സപ്പോർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് വെച്ചു. കണ്ടോ? സപ്പോർട്ടൊന്ന് ക്ലോൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ സപ്പോർട്ടിന് പാരലായിട്ട്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ തൊട്ടുമണ്ടയ്ക്ക് വരച്ചപ്പോഴത്തേക്ക് നമുക്കത് കിട്ടി. കണ്ടോ? ആ ഒരു ഏരിയ നമുക്ക് കിട്ടി. ഇവിടെ വരെ നമുക്ക് ആര് കൃത്യം വരെ എത്തിച്ചില്ലെന്നുണ്ടെങ്കിലും എറൗണ്ട് ആ ഒരു ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ റെസിസ്റ്റൻസ് ലൈൻ ഇപ്പോൾ 10 വരെ ആണെന്നെങ്കിൽ 10 വരെ എടുത്തില്ലെങ്കിലും ഒരു 7-8 വരെ നിങ്ങൾക്ക് എടുക്കാമല്ലോ, ഒന്നുകൂടെ സേഫായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ, നിങ്ങളുടെ വ്യൂ ഓപ്പോസിറ്റ് ആണെങ്കിൽ പോട്ടെ. ഞാൻ പറഞ്ഞില്ല, മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങളപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യണം, ഒരു എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഡബിൾ ബോട്ടം പോലെ ചെറിയ രീതിയിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈൻ നമുക്ക് ഒരു വേണമെങ്കിൽ ഞാൻ പറയുവാണ്, വേണമെങ്കിൽ നിങ്ങളുടെ ഒരു വ്യൂവിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അലേർട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ലോജിക്കിൻ്റെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്ന കാര്യം. എപ്പോഴും നിങ്ങളുടെ റിസ്കിനെക്കാട്ടി കൂടുതൽ റിവാർഡ് നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ആകാൻ പറ്റത്തുള്ളൂ. ലോസുകൾ വരും, ലോസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മാക്സിമം സേഫ് എൻട്രിയാണ് നമ്മൾ എടുക്കുന്നത് കൺഫർമേഷൻ വെച്ചിട്ട്. പക്ഷേ ലോസ് മിക്കവാറും വരാം. പക്ഷേ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ലോങ് റണ്ണിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഷെയർ മാർക്കറ്റ് സർവൈവ് ചെയ്യുകയാണ് വേണ്ടത്. പലരും പറയും മറ്റേ ഈ 99% പേരുടെ ക്യാപിറ്റൽ പോയെന്നൊക്കെ പറയും. ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇനി ഞാൻ ഒരുപാട് ചാർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനത് ചെറുതാക്കി വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളെന്ന് പറയാനുള്ളൂ. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.